പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്നോട് കൂടിയിരിക്കുന്നത് പ്രിയ സഹോദരി നിർമ്മലാമ്മച്ചി നമ്മെ വിട്ട് താൻ പ്രിയം വെച്ചിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം മാത്രമാണ് ഇന്ന് നമ്മുടെ സമീപത്തുള്ളത്. ദൈവം അനുവദിച്ച നാളെ ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിൽ തന്നെ ഭൂമിയിൽ അതിനെ തിരികെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അതിൻ്റെ അനുഗ്രഹത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനും മാത്രമല്ല ദുഃഖിതരായിരിക്കുന്ന പ്രിയ പിതാവും സഹോദരങ്ങളും ബന്ധുമിത്രവാദികളെ ഓരോരുത്തരെയും ഓർത്ത് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ വന്നെന്നോ പ്രിയ അമ്മച്ചിയുടെ ആത്മാവ് ദൈവമേ അങ്ങ് തിരുക്കരങ്ങളിലേക്ക് സ്വീകരിക്കണമേ എന്ന് ലോഹർ പറയുന്നത് പോലെ പറയാനോ വന്നതല്ല. അമ്മച്ചിക്ക് യാത്രയാകുവാനുള്ള ഒരുക്കങ്ങളൊക്കെ അമ്മച്ചിയുടെ ജീവിതകാലത്തിൽ അമ്മച്ചി ചെയ്തു. അതെങ്ങനെയായിരുന്നു നടന്നതെന്ന് നാം ഈ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോഴതിന് സമയവും ഉപയോഗമല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എന്നാൽ നാം ഒരുമിച്ച് അമ്മച്ചിയുമായിട്ട് ചേർന്ന് ദൈവത്തെ ദൈവകൽപ്പന പ്രകാരം ആരാധിക്കുകയും കർത്താവിൻ്റെ വരവ് വരെ ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ മേശയ്ക്ക് മുമ്പാകെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ലോകത്തിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നിട്ടും അതിനും സമയം കൊടുക്കാതെ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ സന്തോഷവതിയായി ഉത്സാഹവതിയായി തൻ്റെ ശരീരം നിവർന്ന് നിൽക്കുന്നില്ല, താൻ പലപ്പോഴും വീഴുന്ന സാഹചര്യത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഭംഗം വരാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ച് ആ പ്രിയ മാതാവ് തൻ്റെ ജീവിതകാലത്തിൽ കടന്നുപോയി. തനിക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിലും ഒരേ ഒരു ഞായറാഴ്ച മാത്രമാണ്, ഈ കഴിഞ്ഞ ഞായറാഴ്ച മാത്രമാണ് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ കഴിയാതെ പോയി. അപ്പോഴത്തേക്ക് താൻ അബോധാവസ്ഥയിലായിരുന്നു. എങ്കിലും മാനുഷികമായിട്ട് നമുക്ക് ദുഃഖമുണ്ട്, വേർപാട് ദുഃഖമുണ്ട്. എന്നാൽ അതിലധികമായി കർത്താവിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കാണുവാനും ചിന്തിക്കുവാനുമുള്ള ദൈവം തന്നിരിക്കുന്ന പ്രത്യാശകരമായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. നാം പ്രത്യാശയില്ലാത്തവരല്ല, അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുവാനും മുറയിടുവാനുമുള്ളവരല്ല. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവരുടെ നിന്ന് ആരെങ്കിലും കർത്താവിങ്കിലേക്ക് നിദ്ര പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, മരണമല്ല മൃദുതാൻ നിദ്ര പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുറയിരുന്നവരല്ല. മറിച്ച് അവരുടെ വേർപാട് ദുഃഖമുണ്ടെങ്കിൽ തന്നെ അവർ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ കർത്താവിനെ കാണാമെന്നൊരു പ്രത്യാശ അവർക്കുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു വേദഭാഗം ചിന്തിച്ചുകൊണ്ട് ആശ്വസിക്കുവാനും ഈ ആശ്വാസത്തിലേക്ക് വിളിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കപ്പെടുവാനുള്ള ചില മാർഗങ്ങളും അല്പസമയത്തിനുള്ളിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം തൊട്ട് അതിൻ്റെ 18-ാമത്തെ വേദഭാഗം വരെയാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് വായിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചതിന് മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും ഈ വചനങ്ങളാൽ എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ പ്രത്യാശ ഉള്ളവരായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ചൊരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വസ്തുവകകളെ കിട്ടി, സമ്പത്ത് കിട്ടി, സകല അനുഗ്രഹങ്ങളും കിട്ടി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നതല്ല നമ്മുടെ സന്തോഷം. മറിച്ച് ഈ കർത്താവ് തന്നിരിക്കുന്ന ഈ വാഗ്ദാനമായിരിക്കുന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്
കർത്താവിൻ്റെ രക്തത്താൽ പാപമോചിതരാക്കപ്പെട്ട നമുക്ക് വരും ദിവസങ്ങളിലേക്കുള്ള ഒരു ഇന്ധനമാണിത്. വാഹനത്തിൽ ഇന്ധനം ഓടിച്ചല്ലാതെ ആ വാഹനം ഓടുന്നില്ല. വാഹനത്തിൻ്റെ ഇന്ധനം തീർന്നാൽ വാഹനം അവിടെ നിന്നു പോകുകയാണ്. ഇത് അതുപോലെയല്ല. സ്ഥിരമായിട്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ധനമാണ് നമുക്കുള്ളത്. ആ ഇന്ധനമാണ് ഇവിടെ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആകരുത്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുന്നത്, പിതാവ് ഉൾപ്പെടെ, മകൻ ഉൾപ്പെടെ, മറ്റ് ബന്ധുമിത്രമായ സഹോദരങ്ങൾ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഓർക്കുന്നത്, മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നവരെ പോലെ പ്രത്യാശയില്ലാത്തവരാകരുത്. അവരുടെ പ്രത്യാശ സ്വർഗത്തിൽ പോകുമോ, യേശു ക്രിസ്തുവിനെ കാണുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുവാൻ അവർ കഴിയുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലിനോടോ ഒരു വ്യക്തിയോടോ ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയുവാനുണ്ട്. എന്താണ് ഉത്തരം? ഞങ്ങളുടെ കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷപ്പെടും. അത് ഏത് നിമിഷമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കുകൾ, ഞാൻ കള്ളനെ പോലെ വരും, കള്ളൻ ഏത് നാഴികയ്ക്ക് വരുമെന്ന് അറിയായതുകൊണ്ട്, നാളും നാഴിക അറിയായതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ, എപ്പോൾ വേണമെങ്കിലും യാത്രയാകാം. എന്ന് വെച്ചാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യനും ഏത് നിമിഷമാണ് യാത്ര ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ലോകത്തുള്ള സകല വ്യക്തിക്കും യാത്ര പറയുന്നതിനെ കുറിച്ച് പല കാര്യങ്ങൾക്കും യാത്ര പറയാൻ കഴിയും. എന്തിന്? എവിടെയെങ്കിലും പോകണമെങ്കിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ നമുക്കത് പറയുവാൻ കഴിയും. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് പോകുന്നത് ഞാൻ ഇന്ന ദിവസം മരിക്കും അല്ലെങ്കിൽ നിദ്ര പ്രാപിക്കും എന്ന് പറയുവാൻ ഇന്നേ വരെ ഒരു വ്യക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഒരു സംഘടനകൾക്കും അത് അവകാശപ്പെടുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇന്ന് ഞാൻ മാറ്റപ്പെട്ടാലും ആ നിമിഷം ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ മഹത്വത്തിൽ ഞാൻ എടുക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. ആ പ്രത്യാശ എനിക്ക് മാത്രമല്ല, പ്രിയ നിർമ്മലാമ്മയ്ക്ക് മാത്രമല്ല, ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും യേശു ക്രിസ്തു പ്രദാനം ചെയ്തിരിക്കുവാണ്. സകല ജനങ്ങൾക്കും വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുവാണെന്നാണ് കാണുന്നത്. അന്ന് താഴോട്ടുള്ള അനേക വാക്കുകളെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകട്ടെ. അതിൻ്റെ 16-ാമത്തെ വേദഭാഗം തൊട്ട് കാണുന്നത് എന്താണ് നോക്കി? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന തോന്നുന്ന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ചെയ്യും. പിന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് പറയാം. ക്രിസ്തുവിൽ മരിച്ചവർ, എന്താണ് ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുന്നത്? ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ജനിക്കണം, പിന്നെ ക്രിസ്തുവിൽ ജീവിക്കണം. തനിക്ക് ബോധിച്ചതുപോലെ തൻ്റെ ഇഷ്ടപ്രകാരം താൻ ലോക അനുരൂപനായി കള്ളം പറഞ്ഞും മദ്യപിച്ചും ഇത്യാദി കാര്യങ്ങൾ, കൈക്കൂലി കാര്യങ്ങൾ, മറ്റ് പൊട്ടത്തരം കള്ളത്തരങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ചെയ്ത് പോകുന്നവർക്കല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ കർത്താവ് ഈ ലോകത്തിലേക്ക് പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് വന്നപ്പോൾ തൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി താൻ എന്തെല്ലാമാണോ ചെയ്തത്, ആ വിശുദ്ധിയെ പോലെ തന്നെ എൻ്റെ പ്രാണന്റെ പകരക്കാരനായി കാൽവറി ക്രൂശിൽ യഹോവ ദൈവത്തിന് പൂർണ്ണമായി വില കൊടുപ്പാൻ മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരാരോടും ചണ്ട കൂടത്തില്ല, അവരാരോടും കള്ളത്തരം കാണിക്കില്ല, അവർ അയൽവാസികളുമായിട്ട് വഴക്കുണ്ടാക്കത്തില്ല. അവർക്ക് പ്രത്യാശയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ഇന്ന് മരിക്കും, ഇന്ന് ഞാൻ നിദ്രയാവും എന്നാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയ നിർമ്മലാമ്മച്ചി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സന്തോഷത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്നത്. ഈ ഭവനത്തിൽ വരുമ്പോൾ ആ മാതാവിൻ്റെ സന്തോഷം കണ്ടറിയുന്നത് വളരെ അത്ഭുതകരമാണ്. വൈകിയാണ് പ്രിയ മാതാവ് ഈ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിഞ്ഞത്. അതിനുവരയ്ക്കും ആ പ്രിയ മാതാവ് അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും എല്ലാം മറന്നു ഒരു നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ എനിക്കിനി എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ഒന്ന് ചെന്നാൽ മതി, എൻ്റെ പ്രിയനാഥനെ ഒന്ന് കണ്ടാൽ മതി, ആ സന്തോഷത്തെ പ്രകടനമാക്കുന്ന മാതാവിനെയാണ് കാണുന്നത്. അതാണ് ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ജീവിക്കും.
ക്രിസ്തുവിൽ മരിക്കുന്നു ഉയർക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിൽ ജീവിക്കും. പിന്നെ കാണുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇനി ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇഷ്ടപ്രകാരം മറ്റുള്ള വ്യക്തികളുടെ താല്പര്യപ്രകാരം ജീവിക്കാനാണോ? കർത്താവ് എന്നോട് കൽപ്പിച്ചത് എന്താണ്? സകല മനുഷ്യരുടെ മുമ്പിലും കർത്താവിനെ വെളിപ്പെടുത്തുന്ന, കർത്താവിൽ പ്രത്യാശയുള്ളവരെ, കർത്താവിന്റെ സത്യത്തിലും സ്നേഹത്തിലും അവന്റെ വിശുദ്ധിയിലും സകല മനുഷ്യരുടെ മുമ്പിൽ, ലോകരുടെ മുമ്പിൽ അവർ നമ്മൾ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നാം സന്തോഷിച്ചുകൊണ്ട്, എന്തിന്? അല്പസമയം കഴിഞ്ഞാൽ നാം നിദ്രയാവാൻ പോവുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ ഞാൻ ഉറക്കത്തിലേക്ക് പോകുവാണ്. അതുകൊണ്ട് എനിക്കൊരു മഹാസന്തോഷം ഉണ്ട്, എനിക്കൊരു മഹാപ്രത്യാശ ഉണ്ട്. എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് കൊള്ളുവാൻ മധ്യാകാശത്ത് വരും. ഞാൻ സ്വർഗത്തിൽ പോകുകയല്ല, പിന്നെ കർത്താവ് മധ്യാകാശത്തിലേക്ക് വരും. എങ്ങനെ? ആരവാകമ്പടിയോടുകൂടി, ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി തൻ്റെ രക്തത്താൽ ജനിക്കപ്പെട്ട് തനിക്കായി ഒരുക്കത്തിൽ കാത്തിരിക്കുന്ന, പ്രായണം 9:28, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് മധ്യാകാശത്തേക്ക് വരും. അപ്പോൾ തൻ്റെ പ്രാണനായിരിക്കുന്ന മക്കളുമാരെ അവൻ സ്വീകരിക്കും. എങ്ങനെ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ഈ ശരീരമായിട്ടല്ല, കർത്താവിന്റെ ശരീരത്തെ പോലെ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ആ കർത്താവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം നമ്മൾ കർത്താവിനെ കാണണം, അല്ല നമ്മൾ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കർത്താവാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഇന്ന് അനേകരുടെ തെറ്റിദ്ധാരണ. പ്രിയപ്പെട്ടവരെ, ഞാൻ സമയം പരിമിതിക്കുള്ളിൽ അത് നിർത്തി പോകണമല്ലോ. നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ഇതെല്ലാം നമുക്ക് ലഭിക്കുവാൻ കാരണം യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നല്ലോ. മരിച്ചു എന്നുള്ള തെളിവുകൾ, ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനുണ്ടല്ലോ. ഈ വേദഭാഗം നാം ചിന്തിച്ചതിനോട് അനുബന്ധത്തിൽ 1-2 വേദഭാഗങ്ങൾ ചിന്തിക്കട്ടെ. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വേദഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. മരിച്ചു എന്നുള്ള തെളിവ്. പ്രാണനെ വിട്ടു. യേശു ഉറക്കെ നിലവിളിച്ച്. എന്തിനാ നിലവിളിച്ചത്? എന്തിനാ നിലവിളിച്ച്? ദൈവമല്ലേ അവൻ. ആകാശത്തെയും ഭൂമിയെയും ഭൂമി ചരാചരങ്ങളെയും സർവ്വവും നിർമ്മിച്ചവനാ ദൈവം. എന്തിനു നിലവിളിച്ചു? അതിന് ഉത്തരം പറയുവാൻ ഇന്ന് പ്രപഞ്ചത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവൻ നിലവിളിച്ചത് എന്തിന്? തൻ്റെ പ്രാണനും ജീവനുമായ മനുഷ്യനെ, എങ്ങനെ? ആദാമിനെ മണ്ണിൽ നിന്നുണ്ടാക്കി ദൈവത്തിന്റെ ജീവനായ ആത്മാവിനെ അവന്റെ മൂക്കിൽ ഊതിയപ്പോൾ ആ മനുഷ്യനാൽ ഈ ലോകം ഒന്നടങ്കം പാപം ചെയ്തു. ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവനെ വീണ്ടെടുക്കുവാൻ തൻ്റെ പ്രാണനെ കൊടുക്കേണ്ടിയിരിക്കുമ്പോൾ ആ പ്രാണന്റെ അതികഠിനമായ വേദന, നമ്മുടെ പാപത്തിന്റെ വില എത്ര വലുതായിരുന്നു എന്ന് തെളിയിക്കുന്ന ആ വേദന അവനൊരു മനുഷ്യനായിട്ട് വന്നു. താൻ ദൈവമായിരിക്കെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, ഏറ്റവും താണവനായി, നമ്മുടെ പാപത്തിന്റെ പകരക്കാരനായി, നമുക്ക് പകരമായി നിലവിളിക്കുവാൻ വന്നു. നമുക്ക് വേണ്ടി നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ആർക്ക് വേണ്ടി? ലോഹരായ സകല മനുഷ്യർക്കും. ലോഹരായ സകല മനുഷ്യർക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വേദഭാഗം വായിക്കുന്നത് എങ്ങനെയാണല്ലോ? പ്രിയദാസൻ ഓർമ്മിച്ചാൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം അവൻ കൊടുത്തു. അതിനുവേണ്ടി അവൻ ക്രൂസിൽ നിലവിളിച്ചു. ഇനി ഒന്നുകൂടെ കാണട്ടെ, അവൻ ഉയർത്തെഴുന്നേറ്റാണ്. 28-ാം അധ്യായം, മത്തായി 28-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വേദഭാഗം ഉണ്ട്. അവിടെ സഹോദരങ്ങളെല്ലാം അവനെ അന്വേഷിച്ചെന്നപ്പോൾ അവിടെ പറയുവാണ്, അവൻ ഇവിടെ ഇല്ല. അവൻ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നാം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ മക്കളാണ്. പ്രത്യാശ മറ്റുള്ളവരെ പോലെ പ്രത്യാശ ഇല്ലാത്തവരായിട്ടല്ല. അവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. അവൻ ദൈവത്തിന് ആദ്യ ഫലമായോണ്ട് അവന്റെ പിന്നാലെ നാം ഓരോരുത്തരും ക്രിസ്തുവിന് ഫലമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യാശ ഇല്ലാത്തവരായിട്ട് ആരും പോകരുത്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ വളരെ വലുതാണ്. നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന കർത്താവ്. ചില വാക്യങ്ങളോടൊന്ന് വായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 8-ാമത്തെ വേദഭാഗം വരെ ഒന്ന് വായിച്ചു നോക്കി. വേഗത്തിൽ 1 കൊരിന്ത്യർ 15-ന്റെ 3 തൊട്ട് 8 വരെ.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. മതി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ പൗലോസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യാശ പൗലോസിന്റെ ജീവിതത്തിലുള്ളത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ? തിരുവെഴുത്തിൻ പ്രകാരം. അത് കർത്താവ് തന്റെ പരസ്യകാല ശുശ്രൂഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ വന്നത് ലോകരുടെ പാപത്തിന്റെ പകരക്കാരനായി മരിക്കുവാൻ വന്നില്ലെങ്കിൽ ദൈവത്തിന് വില കൊടുക്കുവാൻ വന്ന്, ദൈവത്തിന് സൗരഭ്യവാസനാൽ യാഗം അർപ്പിക്കുവാൻ വന്ന്, സകല മനുഷ്യന്റെ മുകളിലിരിക്കുന്ന പാപങ്ങളെ നീക്കുവാൻ, അതിനു വേണ്ടി യാഗമായി തീരുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അവൻ തിരുവെഴുത്തിൻ പ്രകാരം യാതൊരു മാറ്റവുമില്ലാതെ, ഒരു വള്ളി പുള്ളിക്ക് മാറ്റം വരാതെ അത് പൂർണ്ണമായിട്ട് അനുസരിച്ച് ദൈവത്തിന് വില കൊടുത്ത്, ഇനി നമുക്ക് വല്ല വില കൊടുക്കണോ? ഒന്നും വേണ്ട. തൊട്ട് താഴോട്ട് വേണ്ടത് അതിന് കർത്താവിനെ അനുസരിച്ച്. അത് പൗലോസ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും വെളിപ്പെട്ട അവസാന അകാല പ്രതയായ എനിക്കും വ്യത്യസ്തനായി. ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്രൂരനായ മനുഷ്യനായിരുന്നു പൗലോസ് എന്ന സൗല്. ആ മനുഷ്യനെ രക്ഷിച്ച് ഇന്ന് നമുക്കൊന്നും പറയുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതെ വണ്ണം വലിയൊരു പ്രത്യാശയാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ അമ്മച്ചി നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പാപത്തിനടിമപ്പെട്ട് ജീവിച്ചിരുന്നു. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിച്ച് ദൈവമക്കളാകുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് നമ്മുടെ അമ്മച്ചി ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ലോക ജീവിതം വിട്ട് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് പോയി. കാരണം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം അവൻ്റെ ചങ്കിലെ ചോരയാൽ അവനെ വീണ്ടെടുത്ത്. അതേക്കുറിച്ച് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള 1-2 വേദഭാഗങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത്? കേവലം ഏതെങ്കിലും അനുഭവം കൊണ്ടാണോ? ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ? അല്ല. ആർക്കും പ്രശംസിക്കുവാൻ കാരണമില്ലാതെ വണ്ണം സകല മനുഷ്യരും ദൈവത്തിന്റെ സന്നിധിയിൽ പാപത്തിന് കീഴ്പ്പെട്ട്, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് കീഴ്പ്പെട്ട് നിത്യ നരകയാതന അനുഭവിക്കുവാൻ, നിലവിളിക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ടവരുടെ സകല മനുഷ്യന്റെയും നിലവിളിക്ക് വേണ്ടി പകരം കാൽവരി ക്രൂശിൽ നിലവിളിച്ച് മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന യേശുക്രിസ്തു സകല ജനങ്ങൾക്കും പ്രത്യാശകരമായിരിക്കുന്ന ഒരു അനുഗ്രഹം ഭൂമിയിൽ വച്ചിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ? 10 പൈസ ആവശ്യമില്ല, ഒരു അരനാഴിക നടക്കണ്ട, ഒരു തീർത്ഥധാരണം വേണ്ട, ഒരു കാഴ്ചവസ്തുവും വേണ്ട. വിശ്വസിക്കുക. ഇവിടെ പറഞ്ഞ എന്താണ്? മത്തായി സുവിശേഷം 26:28 ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം, അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി. രക്തത്താലല്ലാതെ പാപമൊന്നുമില്ല. പിന്നെയും കാണുന്ന എഫെസ്യ ലേഖനം 1:7 അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ പാപമോചനമുണ്ട്. ഇന്ന് അനേകരും പല നിലയിലാണ് പാപമോചനത്തിൻ്റെ പരിഹാര മാർഗം കാണുന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ 1-2 വേദഭാഗങ്ങൾ ഓർത്ത് പറഞ്ഞു പോകാമെന്നുള്ള കാര്യമുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വേദഭാഗത്തിൽ എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പാപമോചനം തരുവാൻ കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. രഹസ്യമായിട്ടല്ല. ഇന്നെല്ലാവരും രഹസ്യമായിട്ടാണ്. കർത്താവിനെ ദൈവം സകല ലോക മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാര മാർഗമായി ക്രൂസിൽ തൊരുന്ന രക്തത്തെ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് പരസ്യമായിട്ട് വെളിപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. രഹസ്യമായിട്ട് കർത്താവിൻ്റെ മക്കളാകാനല്ല, പരസ്യമായിട്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ അവൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. അത് പരസ്യമായിട്ട് വെളിപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തം. കാരണം എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, ആ രക്തത്താൽ എനിക്ക് പാപമോചനം അവൻ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്ന കാര്യങ്ങളെ കണ്ടത്. അങ്ങനെയാണ് ഇവിടെ കണ്ടത്. ഇത് തരുവാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയും? ഒരുപാട് സംഘടനകളുണ്ട്, ആരെയും കുറ്റം പറയുന്നില്ല. ഒരുപാട് മതപ്രസ്ഥാനങ്ങളുണ്ട്, ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ശരിയോ, ഇതുപോലൊരു പരിഹാരമാർഗം നിങ്ങൾ ആ മലയിലും ഈ മലയിലും അവിടെ ഇവിടെയും പോകാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക്
നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടം തരുമോ? എന്നെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിന്റെ പകരക്കാരനായി രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്ക് മനസ്സുണ്ട്. ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? 1 പത്രോസ് 1 അധ്യായം 18-19 വാക്യം എന്താണ്? ഇന്ന് ലോഹർ ചെയ്യുന്ന കാര്യം എന്താ? പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് എന്താ? പിതൃപാരമ്പര്യം, പാരമ്പര്യം. നമ്മൾ ഓരോരുത്തരും പാരമ്പര്യം പറയുന്നവരാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്, തീർത്ഥാടനങ്ങൾ നടത്തുന്നവരാണ്, കാണിക്കകൾ കൊടുക്കുന്നവരാണ് എന്നിത്യാദി കാര്യങ്ങൾ താഴെ വരുമ്പോഴാണ് പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പ് പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന നിങ്ങളുടെ സമ്പത്ത് കൊണ്ടല്ല, പിന്നെയോ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ. ഒരു മനുഷ്യനും അവന്റെ കഴിവിനെ പ്രശംസിക്കുവാൻ കഴിയില്ല. ഒരു മനുഷ്യനും അവന്റെ സ്വത്തുവകകളിലോ മറ്റോ പ്രശംസിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. ഈ നീതിമാനും സ്നേഹവാനുമായ പ്രപഞ്ച സത്യങ്ങളെ നിർമ്മിച്ചവനായ യേശുക്രിസ്തുവിനെ അങ്ങനെ ആർക്കും കാണാൻ കഴിയില്ല. കാണാൻ കഴിയുമെങ്കിൽ തന്നെത്താൻ താഴ്ത്തി, എന്റെ കർത്താവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന്റെ പകരക്കാരനായി അങ്ങ് ഈ ഭൂമി വന്ന് എനിക്ക് വേണ്ടി സകല കഷ്ടങ്ങൾ സഹിച്ച് മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാൽവരി ക്രൂശിൽ കൊലക്കളത്തിൽ കൈകാലുകൾ കെട്ടപ്പെട്ട് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട പൊന്നു തമ്പുരാന്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അവസ്ഥാനത്തുള്ള രക്തമായ ജീവൻ അവിടെ നൂറ്റിക്കൊടുത്ത് ആ മരക്കുരിശിൽ നിന്ന് ധാരധാരയാ ഒഴുകി നിലത്ത് വീണ രക്തത്താൽ എന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ആർക്കു പറയുവാൻ കഴിയും? പിന്നെയും 1 യോഹന്നാൻ 1:7 പറയുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം. നീ എത്ര ക്രൂരനായിരുന്നാലും, എത്ര വലിയ പാപിയായിരുന്നാലും, നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ കടുഞ്ചുവപ്പ് പോലെ ആയിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം മതിയായത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ അമ്മച്ചിയുടെ ഈ നിദ്ര പ്രാപിച്ച സമയത്ത് നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷമുള്ളവരായി നാം ഓരോരുത്തരും പ്രത്യാശയുള്ളവരാണ്. നമ്മുടെ അമ്മച്ചി നമ്മളെ വിട്ട് പ്രത്യാശയുടെ ലോകത്തിലേക്ക് പോയി. പേര് വിളിക്കുന്ന നേരം കാണും എൻ്റെ പേരും, അതിനുവേണ്ടി ഞാൻ എടുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ യാത്രയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് അമ്മ പോയി. ആരോടെങ്കിലും യാത്ര ചോദിച്ചോ? ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും യാത്ര ചോദിച്ചോ? സ്വന്തം ഭർത്താവിനോട് യാത്ര ചോദിച്ചോ? ചോദിക്കുവാൻ കഴിയില്ല. കാരണം ഞാൻ ഏത് നിമിഷം പോകുമെന്ന് എനിക്കറിയില്ല. അമ്മ അറിയാതെയാണ് പോയത്. പക്ഷെ കർത്താവ് വിളിച്ചു. അമ്മ എല്ലാ സമയവും ഒരുക്കമുള്ളവളായിരുന്നത് കൊണ്ട് ആ വിളി കേട്ടു. തൻ്റെ പ്രിയന്റെ സന്നിധിയിലേക്ക് പോയി. താൻ ഒരിക്കൽ മധ്യാകാശത്ത് വരുമ്പോൾ, കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, ഞാൻ ഉയർക്കപ്പെടുവാൻ തക്കണം ദൈവത്തിന്റെ സന്നിധിയില് ആ അമ്മച്ചി ഇന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷവതിയായി ഈ ഭൂമിയിൽ താൻ 3 മക്കൾക്ക് ജന്മം കൊടുത്ത് കുടുംബമായി ജീവിച്ചപ്പോൾ കിട്ടാത്ത മഹാസന്തോഷം അനുഭവിച്ചുകൊണ്ട് ഇനി അതിലും വലിയ സന്തോഷം അനുഭവിക്കാൻ കാത്തിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ആ ഒരു പ്രത്യാശ ഇല്ലാതെ പോയിരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു നിങ്ങൾക്കും കൂടിയാണ് ക്രൂശിൽ മരിച്ചു കിടക്കുന്നത് ചെയ്യും. ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ ആരും മടങ്ങിപ്പോകരുത്. നമ്മുടെ മരണം ഒരു വലിയ അപകടമാണ്. നരകത്തിൽ പോകുന്ന വലിയൊരു വേദനയാണ്. അവിടെ പോയാൽ തീരാത്ത ദുഃഖമാണ്. അതിൽ ധനവാൻ നമ്മൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാൻ വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ ക്രൂരമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന വേദനയെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ. ഈ ഭൂമിയിൽ കാണുന്നതൊക്കെ താൽക്കാലികം, ഇതൊക്കെ അഴിഞ്ഞു പോകുന്നത്. ഇവിടെ ഉള്ള ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ഉള്ളതൊന്നും അവിടെ കാണത്തില്ല. അവിടെ ഉള്ളത് സ്തുതിസ്തോത്രങ്ങളും മഹാസന്തോഷം മാത്രം. നരകത്തിൽ എന്നേക്കും കത്തുന്ന ഗന്ധകത്തിന്റെ തീച്ചൂളയിൽ എരിഞ്ഞെരിഞ്ഞ് നാം വേദനിക്കും. ഒരിക്കലും മരിക്കാത്ത ക്രൂരമായ മരണത്തിൽ അങ്ങനെ ആരും പോകാതിരിക്കട്ടെ. പ്രിയ അമ്മച്ചിയുടെ ഈ ശരീരവിയോഗത്തിന്റെ കാരണത്താൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ആരും, നിങ്ങൾ ഏത് മതസ്ഥരാകട്ടെ, അതൊക്കെ മനുഷ്യനുണ്ടാക്കിയാണ്. ദൈവം ഒരിക്കലും മനുഷ്യന് മതമുണ്ടാക്കിയിട്ടില്ല. ദൈവം നിർമ്മിച്ചത് ഒരു ശരീരം, ഒരു രക്തം, ഒരു ജീവനായിരിക്കുന്ന മനുഷ്യന് മാത്രമാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്.
നമ്മളെല്ലാവരും ദൈവത്താൽ രക്തബന്ധങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും ഈ പ്രത്യാശയില്ലാത്ത പോലെ യേശു ക്രിസ്തു നിങ്ങളെയും മാടി വിളിക്കുന്നു. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ധാരാളമായിട്ട് ആശ്വാസവും അനുഗ്രഹവും വരും ദിവസം കൊടുക്കട്ടെ. അവരുടെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈ മാതാവിൻ്റെ ശരീരവിയോഗത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് വളരെ വിശുദ്ധിയോടെ ജീവിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.